ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചാപ്റ്റർ 9 പാർട്ട് 9. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർ ഹെഡ്, അലോക്കേഷൻ, അപ്രോക്സിമേഷൻ, റീ അപ്രോക്സിമേഷൻ. അപ്പം ഇത്രയും ടേംസുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 110 വാട്ട് യു മീൻ ബൈ ഓവർ ഹെഡ്സ്. അപ്പോൾ എന്താണ് ഓവർ ഹെഡുകൾ? ഓവർ ഹെഡ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റഡ് വേജ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പേനയുടെ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ പേനയുടെ പ്രൈസ് എത്രയാണ്, ഒരു 25 രൂപയാണെന്നിരിക്കട്ടെ. പേനയുടെ പ്രൈസ് 25 രൂപ. അപ്പോൾ 25 രൂപയ്ക്കകത്ത് അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റുകൾ, ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ, പ്രോഫിറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും, മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കും 25 എന്ന് പറയുന്നത്. അപ്പം ഒരു പേന എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബോഡി കാണുമ്പോൾ അറിയാം, അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ആയിരിക്കും. പിന്നെ അതിനകത്ത് അത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കോട്ടിങ്, ഇങ്ക്, ഡയറക്റ്റായിട്ട് ലേബർ വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പം ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസിലോട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റായിട്ട് കണക്കാക്കാം. കൂടാതെ ഒരുപാട് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അതിലുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാക്ടറി ആകുമ്പോൾ അവർക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തിട്ടുണ്ടാവും, റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലേബർ ചാർജസ് ഉണ്ടായിരിക്കും. ഇപ്പം വെയർ ഹൗസിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലേബറെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ്ലി വരുന്നതാണ്. നമുക്ക് അതിനെ ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഇൻഡയറക്റ്റ്ലി വരുന്ന എക്സ്പെൻസസുകളെ, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഓവർ ഹെഡ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് 111 ഓൾ എക്സ്പെൻസസ് അതർ ദാൻ പ്രൈം കോസ്റ്റ് ആർ ബ്രോട്ട് അണ്ടർ എന്താണ്? പ്രൈം കോസ്റ്റ്. നമുക്കറിയാം ഡയറക്റ്റ് കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് പ്രൈം കോസ്റ്റ്. അപ്പം പ്രൈം കോസ്റ്റിൽ പെടാത്ത ബാക്കി എല്ലാ എക്സ്പെൻസസുകളെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഓവർ ഹെഡുകളെന്നാണ് പറയുന്നത്. അപ്പം ഡയറക്റ്റ് കോസ്റ്റിൻ്റെ വേറൊരു പേര് പ്രൈം കോസ്റ്റ്, അതിൽ പെടാത്ത ഇൻഡയറക്റ്റ് കോസ്റ്റുകളെല്ലാം എന്തെന്ന് പറയും? ഓവർ ഹെഡുകളെന്ന് പറയും. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ വേറൊരു പേര് എന്താണ്? ഓവർ ഹെഡുകളെന്നാണ്. 112 ക്വസ്റ്റ്യൻ. പ്രൈം കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് ലേബർ, കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം പ്രൈം കോസ്റ്റ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് കോസ്റ്റിൻ്റെയും ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ഡയറക്റ്റ് ലേബറിൻ്റെയും ഒക്കെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് 113 ഓവർ ഹെഡ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് വേജ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇൻഡയറക്റ്റ്ലി വരുന്ന കോസ്റ്റുകളെയൊക്കെ നമ്മൾ എന്ത് ഹെഡിൽ പോവും? ഓവർ ഹെഡ് എന്ന് പറഞ്ഞ് പോവും. അടുത്തത് ഒരു ഡെഫിനിഷനാണ്, ഓവർ ഹെഡിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. 114 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെൽഡൻ്റെ ഒരു ഡെഫിനിഷനാണ്. വെൽഡൻ ഡിഫൈൻ ഓവർ ഹെഡ് എന്തെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആസ് ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് സച്ച് അതർ എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് സർവീസസ് ആസ് കനോട്ട് കൺവെൻഷനലി ബി ചേഞ്ച്ഡ് ടു എ സ്പെസിഫിക് യൂണിറ്റ്. അപ്പം എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും അതർ എക്സ്പെൻസസ് ഒരു സർവീസസിൽ ഇൻക്ലൂഡഡ് ആവുന്ന നമുക്ക് അതൊരു കനോട്ട് കൺവീനിയൻ്റ്ലി ബി ചേഞ്ച്ഡ് ഇൻ ടു എ സ്പെസിഫിക് യൂണിറ്റ്. ഒരു സ്പെസിഫിക് യൂണിറ്റിലോട്ട് കൺവീനിയൻ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയലുകളുടെയും ഇൻഡയറക്റ്റ് ലേബറുകളുടെയും അതർ എക്സ്പെൻസസിൻ്റെയും ടോട്ടലാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 115 അതർ ടേംസ് ഓഫ് ഓവർ ഹെഡ്. ഓവർ ഹെഡിൽ യൂസ് ചെയ്യുന്ന വേറെ ടേംസുകൾ ഏതൊക്കെയാണ്? സപ്ലിമെൻ്ററി കോസ്റ്റ്, ഓൺ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ബർഡൻ, എക്സെട്ര. ഇതെല്ലാം എന്താണ്? സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന് വെച്ചാൽ അഡീഷണൽ കോസ്റ്റ് ആണ്. ഓൺ കോസ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ബർഡൻ, എക്സെട്ര. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ഹെഡിൻ്റെ അതർ ടേംസുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 116 ക്വസ്റ്റ്യൻ. സ്റ്റെപ്സ് ഫോർ ചാർജിങ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ ചാർജിങ് എന്താ ഓവർ ഹെഡ് എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ എന്താ അബ്സോർബിങ് ഓവർ ഹെഡ് ടു ദ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്, 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്, 3 അലോക്കേഷൻ ആൻഡ് അപ്രോക്സിയേഷൻ ഓഫ് ഓവർ ഹെഡ്, റീ അപ്രോക്സിയേഷൻ ഓഫ് ഓവർ ഹെഡ്, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ടു പ്രോഡക്ട്സ് ഓഫ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് സ്റ്റെപ്പുകൾ? ഒന്ന് കളക്ഷൻ ഓഫ് ഓവർ ഹെഡിനെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതിനെ പിന്നെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അലോക്കേറ്റ് ചെയ്ത് അപ്രോക്ഷൻ നടത്തണം. അപ്രോപ്ഷൻ മീൻസ് അതിനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുന്നതിനാണ് അപ്രോക്ഷൻ എന്ന് പറയുന്നത്. അപ്രോക്സിമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ എന്ത് ചെയ്യണം? റീ അപ്രോക്സിമേറ്റ് ചെയ്യണം. പിന്നെന്താണ്? അബ്സോർപ്ഷൻ ഉണ്ട്. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ഓഫ് പ്രോഡക്റ്റ് ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിന് വരുന്നത്? സ്റ്റെപ്സ് ഫോർ ചാർജിങ് ഓവർ ഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. നെക്സ്റ്റ് 117 എന്താ അതിൽ ഓരോ സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കാം. കളക്ഷൻ ഓഫ് ഓവർ ഹെഡിൻ്റെ കളക്ഷൻ, ദ പ്രോസസ് ഓഫ് വേരിയസ് ഡോക്യുമെൻറ്റ്സ് ഫ്രം വിച്ച് ദ ഡേറ്റ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ എക്സ്ട്രാക്റ്റഡ്. അപ്പോൾ എങ്ങനെയാണിത്? പ്രോസസ് ഓഫ് വേരിയസ് ഡോക്യുമെൻറ്റ്സ് ഫ്രം ദ ഡേറ്റ ഓഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ഹെഡ് കോസ്റ്റുകളെ കളക്ട് ചെയ്യുവാണ് വേരിയസ് പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റ്സിലൂടെ. ഏതൊക്കെയുണ്ട്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ്സാണ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. 118 ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താണ് ക്ലാസിഫിക്കേഷൻ? ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓവർ ഹെഡ്. ദർ ആർ നോ റിജിഡ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡിൽ എന്താ അതൊരു മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ ഓവർ ഹെഡ്. ഓരോ ഗ്രൂപ്പ്, ഓരോ നേച്ചറിലുള്ളതിനെ ഓരോ ഗ്രൂപ്പിലാക്കി നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് അതൊരു മെത്തേഡാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇതിനെന്താ ഒരു റൂളോ പ്രിൻസിപ്പിളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന പോലെ ചെയ്യാവുള്ളൂ, ഇന്ന രീതിയിലേ ചെയ്യാവുള്ളൂ എന്നുള്ള റൂൾസോ പ്രിൻസിപ്പിൾസോ ഒന്നുമില്ല. നെക്സ്റ്റ് ദ കോസ്റ്റിംഗ് പ്രോസസ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ആർ ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 1 ഫങ്ഷണൽ ബേസസ് ക്ലാസിഫിക്കേഷൻ, 2 എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, 3 ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ, 4 കൺട്രോളബിലിറ്റി വൈസ് ക്ലാസിഫിക്കേഷൻ, 4 നോർമാലിറ്റി വൈസ് ക്ലാസിഫിക്കേഷൻ, 5 ഫിനാൻഷ്യൽ വൈസ്, 6 ഫിനാൻഷ്യൽ വൈസ് ക്ലാസിഫിക്കേഷൻ. അപ്പം ഇത്രയും ക്ലാസിഫിക്കേഷനാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫങ്ഷണൽ വൈസ് ക്ലാസിഫിക്കേഷൻ, 2 എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ, ബിഹേവിയറൽ വൈസ് ക്ലാസിഫിക്കേഷൻ, കൺട്രോളബിലിറ്റി വൈസ് ക്ലാസിഫിക്കേഷൻ, നോർമാലിറ്റി വൈസ് ക്ലാസിഫിക്കേഷൻ, ഫിനാൻഷ്യൽ വൈസ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് 119 ക്വസ്റ്റ്യൻ, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് പ്രൈമർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പം എന്താണ്? ഓവർ ഹെഡുകളെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ വൈസ് അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ അലോക്കേഷൻ ഓർ അപ്രോക്സിമേറ്റ് ഓഫ് എക്സ്പെൻസസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ കോസ്റ്റ് സെൻറ്റർ ഈസ് നോൺ ആസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ എന്താണ്? നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുകയാണ് ഓവർ ഹെഡ് എക്സ്പെൻസസിനെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിലേക്ക് ആദ്യമായിട്ട് പ്രൈമറി ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അലോക്കേഷൻ ഓഫ് അപ്രോക്സിമെൻറ്റിൻ്റെ ബേസിസിൽ, അപ്രോക്സിമെൻറ്റ് മീൻസ് അലോക്കേഷൻ തന്നെയാണ്. എക്സ്പെൻസസിനെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് കോസ്റ്റ് സെൻറ്ററിലേക്ക് പ്രൈമറി ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 120 അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. എന്താണ് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്? അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓർ ചാർജിങ് ദ ഹോൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്.
അപ്പോൾ എന്താണ് അലോക്കേറ്റ് ചെയ്യാണ്, അലോട്ട്മെൻറ്റ് ചെയ്യാണ് ചാർജസിനെ, ഹോൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസസിനെ നമ്മൾ കോസ്റ്റ് സെൻറ്ററിലോട്ടോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലോട്ടോ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ചാർജിങ് ദ ഹോൾ ഐറ്റം ഓഫ് എക്സ്പെൻസസ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓഫ് കോസ്റ്റ് യൂണിറ്റ്. നെക്സ്റ്റ് 112 ഫോർ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആൻഡ് എക്സ്പെൻസസ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് wholly with a particular department, cost center or cost unit. For example, overtime wages of department A is allocated to department A only. അപ്പം ഇപ്പോൾ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് നടത്തുന്നത്? അതെന്താണ്, ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലോട്ട് മാത്രമുള്ള എക്സ്പെൻസസ് ആണോ എന്ന് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ഓവർ ടൈം വേജ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കാർ നടത്തുന്നുണ്ട്. ഓവർ ടൈമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എയിലുള്ള എംപ്ലോയീസ് ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ എക്സ്പെൻസസ്, ഓവർ ടൈം എക്സ്പെൻസസ് അലോട്ട് ചെയ്യേണ്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെയായിരിക്കും? ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് മാത്രമായിട്ടായിരിക്കും നമ്മൾ ഓവർ ടൈം വേജസ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഫോർ അലോക്കേഷൻ ഓഫ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഓഫ് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 112 ക്വസ്റ്റ്യൻ, അപ്പോസ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. അപ്പോസ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോസ്മെൻറ്റ് ഈസ് ദ ഡിവിഷൻ ഓർ അപ്രോക്സിമേറ്റ് അലോട്ട്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ടു ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ സം അപ്രോപ്രിയേറ്റ് ബേസിസ്. അപ്പോൾ എന്താണ്, പ്രിപ്പോർഷനേറ്റ് ആയിട്ട് ഡിവിഷൻ ഓർ പ്രൊപ്പോർഷനേറ്റ് എന്നാണ്, ഡിവിഷൻ ഓഫ് പ്രൊപ്പോർഷനേറ്റ്. അപ്പം ഒരു ഓവർ ഹെഡ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസുകളെ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അപ്രോക്സിമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്രോക്സിമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 123, അപ്രോക്സിമെൻറ്റ് ഈസ് മെയ്ഡ് വെൻ ആൻ എക്സ്പെൻസസ് കനോട്ട് ബി charged to a particular department. There are certain expenses which required division or approximate over two or more cost center or unit. അപ്പോൾ എങ്ങനെ അവിടെ ചെയ്യുന്നത്? അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിൽ ടു ഓർ മോർ കോസ്റ്റ് സെൻറ്ററോ യൂണിറ്റ് ഉണ്ടാവുന്ന ഫേംസ് ആണെങ്കിൽ അവിടെ ഹോളായിട്ടല്ല ചാർജ് ചെയ്യുന്നത്. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് ഓവർ ഹെഡ് എക്സ്പെൻസസ്. 125, approximate requirements of proper assignments of the benefits received by various cost center from each common overhead. അപ്പോൾ എന്താണ്, ഓരോ കോസ്റ്റ് സെൻറ്ററിലേക്ക് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് റിസീവ് ചെയ്തുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് വരുന്ന കോമൺ ഓവർ ഹെഡുകളെ. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് 126, ഡിഫറൻസ് ബിറ്റ്വീൻ അലോക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമെൻറ്റിൻ്റെ ഡിഫറൻസുകളാണ് നമ്മൾ നോക്കുന്നത്. അലോക്കേഷൻ ആൻഡ് അപ്രോക്സിമെൻറ്റ്. അപ്പോൾ എന്താണ് നോക്കാം. അപ്പോൾ ആദ്യത്തെ അലോക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ. അലോക്കേഷൻ എന്ന് പറയുന്നത് ഹോൾ ഐറ്റംസിനെ കോസ്റ്റ് സെൻറ്ററിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ അലോട്ട്മെൻറ്റ് ഓഫ് പ്രിപ്പോർഷൻ ഓഫ് ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഒരു ഹോൾ ഐറ്റംസിനെ അല്ല, അവിടെ ഒരു ഐറ്റംസിൻ്റെ പ്രിപ്പോർഷൻ ഉണ്ടാവും, അതിനെ മാത്രം അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അപ്രോക്സിമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അലോക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് നോ നീഡ് ഓഫ് ബേസിസ് ഫോർ ദ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്താണ് അവിടെ അവർക്ക് ഓരോ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല. അവർക്ക് നോ നീഡ് ഓഫ് ബേസിസ് ഫോർ ദ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഈച്ചായിട്ട് അലോക്കേറ്റ് ചെയ്യണമെന്ന് അലോക്കേഷനിൽ പറയുന്നില്ല. അപ്രോക്സിമെൻറ്റിൽ എന്താ പറയുന്നത്?
some suitable basis for the approximation of overhead are needed. അവിടെ എന്താണ് സ്യൂട്ടബിൾ ബേസിസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, നമ്മൾ അലോക്കേറ്റ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ ഓവർ ഹെഡുകൾ എന്താണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തുള്ളൂ. അടുത്ത അലോക്കേഷനകത്ത് ദ ഐറ്റം ഓഫ് ഓവർ ഹെഡ് ആർ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ടു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ്. അപ്പോൾ അവിടുത്തെ ഐറ്റംസ് ഓഫ് ഓവർ ഹെഡ് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്സോ ഓർ കോസ്റ്റ് സെൻറ്ററിലോട്ടോ നമ്മൾ എന്ത് ചെയ്യും, ആട്രിബ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐറ്റംസിനെ ഓവർ ഹെഡ് ചെയ്യും. ഇവിടെ അപ്രോക്സിമെൻറ്റിൽ എന്താണ് നടക്കുന്നത്, ദ ഐറ്റംസ് ആർ ഷെയർഡ് ബൈ 2 or more ഡിപ്പാർട്ട്മെൻറ്റ്, സോ ദേ ആർ ഇൻഡയറക്ട്ലി ഇൻ നേച്ചർ. അവിടെ എന്താണ്, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഐറ്റംസ് ഷെയർ ചെയ്യുകയാണ്, ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഷെയർ ചെയ്യുവാണ്. സോ ദേ ആർ ഇൻഡയറക്ട്ലി ഇൻ നേച്ചർ. അപ്പോൾ അവിടെ എന്താണ്, ഇൻഡയറക്റ്റ് നേച്ചറാണ് കാണിക്കുന്നത്, കാരണം ഐറ്റംസ് ഷെയർ ചെയ്യുന്നുണ്ട്, മോർ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അലോക്കേഷനിൽ കോസ്റ്റ് കൺട്രോൾ ഈസ് മോർ ഈസി ആസ് ഓവർ ഹെഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് വിത്ത് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ അവിടെ എന്താ, കോസ്റ്റ് കൺട്രോൾ, അലോക്കേഷനിൽ കോസ്റ്റ് കൺട്രോൾ കുറച്ചുകൂടെ ഈസി ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അപ്രോക്സിമെൻറ്റിൽ എന്താണ് പറയുന്നത്, അപ്രോക്സിമെൻറ്റിൽ കോസ്റ്റ് കൺട്രോൾ ഈസ് ഡിഫിക്കൽട്ട് ആണ്. ഈസ് ഓവർ ഹെഡ് ആർ നോട്ട് ഐഡൻറ്റിഫൈഡ് വിത്ത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം അവിടെ എന്താ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോൾ അവിടെ എന്തായിരിക്കും, ഡിഫിക്കൽട്ടായിരിക്കും. നെക്സ്റ്റ് 127 എന്താണ്, അപ്രോക്സിമെൻ്റ് ഓഫ് ബേസിസ് ഓഫ് അപ്പോസ്മെൻ്റ് ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ എന്താണ്, അതിൻ്റെ ഓവർ ഹെഡ് കോസ്റ്റും അതിൻ്റെ ബേസിസും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ നോക്കുന്നത്. ബേസിസ് ഓഫ് അപ്രോക്സിമെൻ്റ് ഓഫ് ഓവർ ഹെഡ് കോസ്റ്റും അതിൻ്റെ ബേസിസും. ഫാക്ടറി റെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, മനസ്സിലായി. സോ അതൊരു ഓവർ ഹെഡിൽ വരുന്നതാണ്. എന്താണ്, ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഏരിയയ്ക്ക് കൊടുക്കുന്ന ഇതാണ് ഫാക്ടറി റെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, 2 ഇലക്ട്രിക് ലൈറ്റ്സ്. ബേസിസിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രിക് പോയിൻറ്റ്സ്, ഫ്ലോർ ഏരിയ ഓർ യൂണിറ്റ്. അപ്പം ഇലക്ട്രിക് ലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോർ ഏരിയയിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രിക് പോയിൻറ്റ്സുകൾ, അതിനെയാണ് എന്താ ഇലക്ട്രിക് ലൈറ്റ്സ് എന്ന് പറയുന്നത്. 3 സൂപ്പർവിഷൻ, നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണ് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിനെ ഓവർ ഹെഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ഓവർ ഹെഡ് കോസ്റ്റ് എന്താണ്, 4ാമത്തെ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻസ്. അപ്പം മെഷീൻസിനുണ്ടാകുന്ന തേയ്മാനം, അത് കോസ്റ്റ് ഓഫ് മെഷീനാണ്. കോസ്റ്റ് ഓഫ് മെഷീൻ്റെ ബേസിസിലാണ് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻസ് കാണുന്നത്. 5 ഇലക്ട്രിക് പവർ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ്, അഥവാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഹോഴ്സ് പവർ ഓഫ് മെഷീൻ ഓർ യൂണിറ്റ് കൺസ്യൂംഡ്, എത്ര യൂണിറ്റാണ് കൺസ്യൂം ചെയ്യുന്നത്. ഹോഴ്സ് പവർ ഓഫ് മെഷീൻ ഓർ യൂണിറ്റ് കൺസ്യൂംഡ്, അത് ഇലക്ട്രിക് പവർ. നെക്സ്റ്റ് ഓവർ ഹെഡ് കോസ്റ്റ് ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്. ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഏരിയയ്ക്ക് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്. അതൊരെന്താണ്, ഓവർ ഹെഡ് കോസ്റ്റാണ്. 7ാമത്തത് ഇൻഷുറൻസ് ഓഫ് മെഷീൻസ്. നമ്മളെന്താ, മെഷീൻസിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് മെഷീൻ, അത് എന്താണ്, ഒരു ഓവർ ഹെഡ് കോസ്റ്റാണ്. പിന്നെന്താ, റെൻറ്റ് റേറ്റ്സ്, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിങ്, അത് എന്തിൻ്റെ ബേസ്ഡാണ്, ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റെൻറ്റ് റേറ്റ്സ്, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിങ്, ഇതൊക്കെ എന്താണ്, ഓവർ ഹെഡ് കോസ്റ്റാണ്. 9ാമത്തെ ക്യാൻറ്റീൻ റിക്രിയേഷൻ ടൈം കീപ്പിംഗ് കോസ്റ്റ്, ഇതൊക്കെ നമ്പർ ഓഫ് എംപ്ലോയീസിന് കിട്ടുന്നതാണ്. ക്യാൻറ്റീൻ ഫെസിലിറ്റി, പിന്നെ അവർക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരു ഗെയിം ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റിനകത്ത് വരുന്നതാണ്. 10 എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF മീൻസ് പ്രോവിഡൻറ്റ് ഫണ്ട്, അതെന്താണ്, പേജുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഈ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് 11 കൺസ്യൂമബിൾ
കൺസ്യൂമബിൾ കോസ്റ്റ് വേഴ്സസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന എന്താണ് കോസ്റ്റ്, അത് എന്തിൻ്റെ ബേസിസിലാണ്? നമ്പർ ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ. അപ്പം നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്പർ അല്ലെങ്കിൽ എത്ര വാല്യൂ ഓഫ് മെറ്റീരിയൽ വേണം എന്നുള്ളത്, മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നുള്ളതിൻ്റെ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് കൺസ്യൂമബിൾ കോസ്റ്റ് വേഴ്സസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. 12 ഇൻഡയറക്റ്റ് ലേബർ, അതായത് നമ്പർ ഓഫ് ഡയറക്റ്റ് എംപ്ലോയി ഓർ വേജസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഓവർ ഹെഡുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയുണ്ട്? ഫാക്ടറി റെൻറ്റ്, ഇലക്ട്രിക്കൽ ലൈറ്റ്, സൂപ്പർവിഷൻ, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻസ്, ഇലക്ട്രിക് പവർ, ഇൻഷുറൻസ് ബിൽഡിംഗ്, ഇൻഷുറൻസ് മെഷീൻസ്, റെൻറ്റ് റേറ്റ്സ്, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, ക്യാൻറ്റീൻ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പി എഫ്, ഇൻഡയറക്റ്റ് ലേബേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പം ഇത്രയും പഠിച്ചത് ഓവർ ഹെഡുകളാണ്, മെയിനായിട്ട് ഓവർ ഹെഡുകളാണ് നോക്കിയത്. അപ്പം നോക്കുക. താങ്ക് യു.